അങ്ങനെ നമ്മുടെ ATM കേസിലെ രണ്ടാമത്തെ മെയിലാണ് നമുക്ക് എടുക്കേണ്ടത് കേട്ടോ. അല്ല സാറേ, ഞാൻ 2 മാസം മുമ്പേ സാലറി കിട്ടിയതിൻ്റെ കുറച്ച് പൈസ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റോക്ക് ഇടിഞ്ഞു, ഞാൻ ഇട്ട പൈസ മൊത്തം പോയി. ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊക്കെ പറയുന്നത് മാർക്കറ്റിനെ പറ്റി നന്നായിട്ട് പഠിച്ചിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തത്? പിന്നെ യൂട്യൂബിലെ ഒരു ഇൻഫ്ലുവൻസർ ചേട്ടൻ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിട്ട് ഇട്ടോളാൻ പറഞ്ഞു. ഞാൻ ഇട്ടു, അത് പോയി. അടിപൊളി. എൻ്റെ കുഞ്ഞേ ദേവി. എൻ്റെ ദേവി, കണ്ട ചേട്ടന്മാർ പറയുന്നത് കേട്ടിട്ടാണോ ഈ സ്റ്റോക്കിലേക്ക് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇത് നന്നായി ക്ഷമയോടെ പഠിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അല്ലാതെ പിന്നെ ഇപ്പം സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ അല്ല, അത് ഞാൻ പറയാം. എൻ്റെ കാശ് മൊത്തം പോയപ്പോഴത്തേനും ആകെ മൊത്തത്തിൽ ഡാർക്കായി. എൻ്റെ വീട്ടുകാർക്ക് എന്നിലുള്ള ട്രസ്റ്റ് മൊത്തം പോയ പോലെ ഒരു തോന്നൽ. അപ്പോൾ പിന്നെ എനിക്കും വാശിയായി. ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിനെ പറ്റിയും ഇൻഷുറൻസ് പ്ലാനിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ചു തുടങ്ങി. അങ്ങനെ ഞാൻ നമ്മുടെ ChatGPT ലോ പ്രീമിയം ഹൈ ബോണസ് ഒരു ഗവൺമെൻറ് ഗ്യാരണ്ടീഡ് സ്കീം ചോദിച്ചു. അപ്പോൾ ChatGPT ആണ് എനിക്കിത് സജസ്റ്റ് ചെയ്തത്. എനിക്ക് പറ്റിയ PLI സ്കീം ഒന്ന് സജസ്റ്റ് ചെയ്യാമോ? പിന്നെന്താ, 20 വർഷത്തേക്ക് 45,980 രൂപ ഇയർലി പ്രീമിയമായിട്ട് അടച്ചാൽ എല്ലാ വർഷവും 52,000 രൂപ ഡിപ്പാർട്ട്മെൻറ്റ് ബോണസായിട്ട് നൽകുന്നതാണ്. ഈ പ്രീമിയം കാൽക്കുലേഷൻ എന്തെങ്കിലും ആപ്പ് ഉണ്ടോ? പിന്നെ പ്ലേ സ്റ്റോറിൽ ഡാക്സേവ എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതിയേ. ഓക്കെ, എനിക്കിതിൻ്റെ ബെനിഫിറ്റൊക്കെ മനസ്സിലായി. പക്ഷേ മറ്റ് ഇൻഷുറൻസുകളെ അപേക്ഷിച്ച് ഇതിന് ഇത്രയും ബെനിഫിറ്റ്സ് എങ്ങനെയാ? അല്ല, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഡൗട്ടാണേ. ഈ PLIക്ക് ഒരു ഹിസ്റ്ററി ഉണ്ടേ. പണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയിലെ പോസ്റ്റൽ ഡയറക്ടർ ജനറലായ ഒരാളുണ്ടായിരുന്നു, മിസ്റ്റർ ഹോക്ക്. അന്ന് ഇതുപോലത്തെ ഫെസിലിറ്റികളൊന്നും ഇല്ലായിരുന്നു. പോസ്റ്റ്മാൻമാരെല്ലാം കാടും മലയും പുഴയും ഒക്കെ കടന്നാണ് കത്തുകൾ വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് അവരുടെ ജീവന് പോലും ഭീഷണിയായ സന്ദർഭങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള തപാൽ ജീവനക്കാരുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് അദ്ദേഹം അന്നേ ചിന്തിച്ചു. അന്നും നിരവധി പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികളുണ്ടായിരുന്നു. പക്ഷേ സാധാരണക്കാരായ ഈ ജീവനക്കാർക്ക് അത് താങ്ങാൻ പറ്റുന്നതല്ലായിരുന്നു. കുറഞ്ഞ പ്രീമിയത്തിൽ സാധാരണ ജീവനക്കാർക്ക് പറ്റുന്ന ഒരു ഇൻഷുറൻസ് നമ്മുടെ തപാൽ വകുപ്പിന് കീഴിൽ തന്നെ തുടങ്ങിയാൽ എന്തായിരിക്കും എന്നൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടാകുകയും ആ ചിന്തയിൽ നിന്നാണ് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്നൊരാശയം ഉണ്ടായി. ഇന്നതിൽ നിങ്ങളെപ്പോലുള്ള പ്രൊഫഷണലുകൾക്കും ചേരും. അതായത് ഞാൻ പറഞ്ഞു വന്നത്, ഇതൊരു ബിസിനസ് ഐഡിയ അല്ല, മറിച്ച് അന്നും ഇന്നും പോളിസി ഉടമകളോട് ഉള്ളൊരു കരുതലാണ്. അതുകൊണ്ടാണ് ഈ PLIക്ക് ഇത്രയും നല്ല ബെനിഫിറ്റുകൾ നമുക്ക് നൽകാൻ കഴിയുന്നത്. ഇൻഫാക്ട് PLI ഈസ് എ പോളിസി ബോൺ ഔട്ട് ഓഫ് കമ്പാഷൻ. ചേട്ടാ, പിന്നെ എൻ്റെ സാലറി കൊണ്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതെന്ന് ഞാൻ കള്ളം പറഞ്ഞതാ. 2 വർഷം മുമ്പ് എൻ്റെ അച്ഛൻ മരിച്ചുപോയി. ആൾക്ക് ഈ പോസ്റ്റ് ഓഫീസിൽ ഉൾപ്പെടെ നല്ല സമ്പാദ്യമുണ്ടായിരുന്നു. അതും കൂടി എടുത്തിട്ടാണ് ഞാൻ ഈ കൈവിട്ട കളിയൊക്കെ കളിച്ചത്. അതിൻ്റെ നല്ല കുറ്റബോധവും എനിക്കുണ്ട്. നഷ്ടപ്പെട്ട പൈസ തിരിച്ചു പിടിക്കുക എന്നതിനേക്കാൾ ഉപരി അച്ഛൻ പഠിപ്പിച്ച സാമ്പത്തിക അച്ചടക്കം ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിനുള്ള ആദ്യ പടിയാകട്ടെ ഈ പോളിസി. അപ്പം എങ്ങനെ, ഫോം എടുക്കട്ടെ? അതൊക്കെ ഞാൻ എപ്പോഴേ പൂരിപ്പിച്ചു, ഇനി ഒപ്പുകൂടി ഇട്ടാൽ മതി. ഓഹോ, അപ്പോൾ 10 ലക്ഷത്തിൻ്റെ പോളിസി, 20 വർഷത്തേക്കുള്ള ലൈഫ് കവറേജ്. അപ്പോൾ ദേവിയുടെ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ്റെ തുടക്കമാവട്ടെ. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.